നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റവാളിയാണെന്ന് നടി ഉറച്ച് വിശ്വസിക്കുന്നവർ ഉത്തരം നൽകേണ്ട 4 ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. തുടക്കത്തിലേ ഞാൻ പറയാം, ഞാൻ ആരെയും ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ആളല്ല. നിങ്ങളെപ്പോലെ തന്നെ സത്യമറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും. എൻ്റെ നിരീക്ഷണത്തിൽ തുടക്കം മുതൽ തന്നെ ദിലീപ് ഈ കേസിൽ കുറ്റവാളിയാണെന്ന് തോന്നിയിട്ടില്ല. പല ആൾക്കാരും അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് കാണുന്നതിൻ്റെ ഒരു കാരണം പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹം കുറേ ദിവസം ജയിലിൽ കഴിഞ്ഞിരുന്നു എന്ന കാരണം കൊണ്ടാണ്. പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്യുകയും കോടതി അയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്താൽ അയാൾ കുറ്റവാളിയായെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ്, വലിയ അബദ്ധമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ് ആലപ്പുഴയിലെ ഒരു പ്രായമായ മനുഷ്യനുണ്ടായ ദുരനുഭവം. 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള അദ്ദേഹത്തിനെതിരെ 15-16 വയസ്സുള്ള ഒരു പെൺകുട്ടി പോലീസിൽ പരാതി കൊടുത്തു. അദ്ദേഹം എന്നെ പീഡിപ്പിച്ചു എന്ന്. അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു, കോടതി റിമാൻഡ് ചെയ്തു. 270-280 ദിവസത്തോളം അദ്ദേഹം ജയിലിൽ കഴിഞ്ഞു. അപ്പോഴാണ് ആ പെൺകുട്ടിക്ക് കുറ്റബോധമുണ്ടായിട്ട് പോലീസിൻ്റെ മുമ്പിൽ, കോടതിയുടെ മുമ്പിൽ സത്യം പറഞ്ഞത്. അവൾ പറഞ്ഞു, ഞാനന്ന് കള്ളം പറഞ്ഞതായിരുന്നു, ഇദ്ദേഹമല്ല എന്നെ പീഡിപ്പിച്ചത്, എന്നെ പീഡിപ്പിച്ചത് മറ്റൊരു വ്യക്തിയാണ്. തുടർന്ന് കോടതി ഇയാളെ റിമാൻഡിൽ നിന്നും പുറത്തുവിടുകയും ജാമ്യം കൊടുത്ത് പുള്ളിയെ റിലീസ് ചെയ്യുകയും മറ്റേ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ വ്യക്തി അത്രയും ദിവസം ജയിലിൽ കഴിഞ്ഞപ്പോൾ അയാൾ അനുഭവിച്ച മാനസിക വ്യഥ, നാട്ടുകാർ അദ്ദേഹത്തെ കണ്ടിരുന്ന കണ്ണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അദ്ദേഹം നിരപരാധിയാണ്, തെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്യുകയും കോടതി അയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾ കുറ്റവാളിയാണെന്ന് ദയവ് ചെയ്ത് ആരും ഇനിയെങ്കിലും കരുതരുത്. അയാൾ കുറ്റവാളിയാണോ അല്ലയോ എന്നുള്ളത് അയാൾക്ക് എതിരെയുള്ള കേസ് കോടതിയിൽ വാദിച്ചു കഴിഞ്ഞ് കോടതി തെളിവ് കണ്ടെത്തിയെങ്കിൽ മാത്രമേ ആകുന്നുള്ളൂ. അങ്ങനെ കോടതി കണ്ടെത്തിയ കേസുകളിൽ പോലും പിന്നീടും ആ വ്യക്തി നിരപരാധിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ചില കേസുകളിൽ കോടതി അയാളെ കുറ്റവാളിയായിട്ട് കണ്ടിട്ട് പിന്നീട് മേൽക്കോടതി പരിശോധിക്കുമ്പോൾ ഈ കോടതിയെ തെറ്റുപറ്റിയായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ കോടതി ശിക്ഷിച്ചാൽ പോലും ഒരു വ്യക്തി തീർച്ചയായിട്ടും കുറ്റവാളിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കോടതി ഒരാളെ കുറ്റവിമുക്തനാക്കി അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തി അതേക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞിട്ടും ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ഒരുപാട് ആൾക്കാർ അടിയുറച്ച് വിശ്വസിക്കുകയാണ് ദിലീപ് തന്നെയാണ് അത് ചെയ്തത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഈ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ദയവായിട്ട് നിങ്ങൾ തരണം. ഇത് കോടതി തന്നെ ചോദിച്ച ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ തന്നെ കോമൺ സെൻസ് വെച്ച് നമ്മൾ ആലോചിച്ചാലും നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഈ ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് എന്ത് പകയായിരുന്നു ഉണ്ടായത്? എന്ത് വൈരാഗ്യത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ഇങ്ങനെയൊരു ആക്രമണം ആസൂത്രണം ചെയ്തത്? പറയുന്നത് ദിലീപും കാവ്യാമാധവനും തമ്മിലുള്ള ബന്ധം ഈ നടി മഞ്ജു വാര്യരോട് പറഞ്ഞു എന്നതാണ്. അതൊരു വലിയ കാരണമാണ്. ദിലീപിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ നോക്കുമ്പോൾ അതൊരു അനുഗ്രഹമായി, ഒരു നല്ല കാര്യമായിട്ടാണ് മാറിയത്. കാരണം കാവ്യാമാധവനെ വിവാഹം കഴിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ മഞ്ജു ഒന്ന് പോയി കിട്ടിയാൽ നല്ലത് എന്നൊരു പക്ഷേ കരുതിയിരിക്കുന്ന സമയത്താവും ഇത് സംഭവിച്ചത്. അപ്പോൾ ദിലീപിനെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല. മാത്രമല്ല, സിനിമാ മേഖലയിൽ ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ അത്ര വലിയൊരു വിഷയമൊന്നുമല്ല. പല ആൾക്കാർക്കും പല സ്ത്രീകളുമായിട്ടും പല സ്ത്രീകൾക്കും പല പുരുഷന്മാരുമായിട്ടും ഒക്കെ ബന്ധമുണ്ട്. അതവിടെ സാധാരണ കാര്യമാണ്. അപ്പോൾ സിനിമാ മേഖലയിൽ മാത്രമല്ല, പുറത്തും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു മണ്ടത്തരം ദിലീപ് കാണിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ദിലീപ് ഒരു ബുദ്ധിമാനായ ചെറുപ്പക്കാരനാണ്. നടു റോഡിൽ വെച്ച് ഒരു നടിയെ തട്ടിക്കൊണ്ടു പോകാൻ ഒരു ശ്രമം നടത്തിക്കഴിഞ്ഞാൽ അത് പിന്നീട് ആരും അറിയില്ല എന്നോ അല്ലെങ്കിൽ പോലീസ് അതിലേക്ക് എത്തില്ല എന്നൊക്കെ ചിന്തിക്കാനും മാത്രം ഒരു മണ്ടനാണോ ദിലീപ്? എന്തായാലും ശരി, ഈ നടിയോട് ദിലീപിന് ഇത്രയേറെ വൈരാഗ്യം തോന്നണമെങ്കിൽ അതിനൊരു കാരണം വേണം. മേൽപ്പറഞ്ഞ കാരണം ഒരു കാരണമേ അല്ല. അതിൻ്റെ പേരിൽ ഇങ്ങനെയൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുമില്ല. അപ്പോൾ മറ്റെന്തെങ്കിലും ഗുരുതരമായ ഒരു പ്രശ്നം ഇവർ തമ്മിൽ ഉണ്ടായിരിക്കണം. അതെന്താണെന്നുള്ളത് ഇതുവരെ പോലീസിന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. കോടതിക്ക് ഇതിൻ്റെ ഉത്തരവും കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ കേസിൽ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കാര്യം, ഒരു യുവതിയുടെ കാര്യം കോടതി എടുത്തു പറയുന്നുണ്ട്. അതായത് പൾസർ സുനിയുടെ സുഹൃത്താണ്, ഒരുപക്ഷെ കാമുകിയായിരിക്കാം. ഈ സംഭവം നടക്കുന്ന ദിവസം ഏതാണ്ട് 5-6 തവണ ഈ ശ്രീലക്ഷ്മി പൾസർ സുനിയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു, മെസ്സേജ് അയച്ചിരുന്നു. നടിയെ തട്ടിക്കൊണ്ടു പോകുന്നതിന് ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് പോലും അവർ തമ്മിൽ സംസാരിച്ചിരുന്നു. ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ യുവതിയുമായിട്ട് പൾസർ സുനി ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ശ്രീലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെൻറ്റ് പോലീസ് എടുത്തിട്ടില്ല. അവരെ ഒരു സാക്ഷിയാക്കി പോലും ഈ കേസിൽ കൊണ്ടുവന്നിട്ടില്ല. കോടതി ചോദിച്ചത് എന്തുകൊണ്ട് ശ്രീലക്ഷ്മിയെ നിങ്ങളൊരു സാക്ഷിയാക്കിയില്ല? ഒരുപക്ഷേ ദിലീപും പൾസർ സുനിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് ശ്രീലക്ഷ്മിക്ക് അറിയാമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവരുടെ മൊഴി എന്തുകൊണ്ട് എടുത്തില്ല, അവരെ എന്തുകൊണ്ട് സാക്ഷിയാക്കിയില്ല എന്ന് പോലീസിനോട് കോടതി ചോദിച്ചു. എന്തുകൊണ്ട് ശ്രീലക്ഷ്മിയെ സാക്ഷിയാക്കിയില്ല? ദിലീപ് തെറ്റ് ചെയ്തുവെന്ന് വിശ്വസിക്കുന്നവർ പറയണം, എന്തുകൊണ്ടാണ് ഈ കേസ് അന്വേഷിച്ച പോലീസ്
ശ്രീലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാഞ്ഞത്, അത് കോടതിക്ക് കൊടുക്കാഞ്ഞത്. മൂന്നാമത്തേത്, പൾസർ സുനി തുടക്കത്തിൽ തന്നെ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് തട്ടിക്കൊണ്ടുപോയ നടിയോട് പറഞ്ഞിരുന്നു ഇതൊരു സ്ത്രീ തന്ന കൊട്ടേഷനാണ്. കുറേയേറെ കാലം കഴിഞ്ഞിട്ടാണ് ദിലീപിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഒരു സ്ത്രീയാണ് ഈ കൊട്ടേഷൻ തന്നതെന്ന് പൾസർ സുനി പറഞ്ഞെങ്കിൽ ആ സ്ത്രീ ആരാണ്? അവരെ കണ്ടുപിടിക്കാനായിട്ട് എന്ത് അന്വേഷണമാണ് പോലീസ് നടത്തിയത്? അവരാരായിരിക്കും? അവരെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ദിലീപിനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുടെ മനസ്സിലുണ്ടോ? ഏത് സ്ത്രീ ആയിരിക്കാം പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തത്? പിന്നീട് എങ്ങനെയാണ് അയാൾ ദിലീപിൻ്റെ പേര് പറഞ്ഞത്? തുടക്കത്തിൽ ഒരു സ്ത്രീയാണെന്ന് പറയുകയും പിന്നീട് ദിലീപിൻ്റെ പേര് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അയാളെ വിശ്വസിക്കാൻ പറ്റുമോ? അയാൾ പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നെങ്കിൽ അയാളെ വിശ്വസിക്കാൻ പറ്റിയെന്നെ. അപ്പോൾ ഈ മാഡം അല്ലെങ്കിൽ ഈ സ്ത്രീ പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്ത സ്ത്രീ ആരാണ്? നാലാമത്തെ ചോദ്യം ഇതാണ്, ദിലീപ് പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തു എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു പണമിടപാട് നടന്നിട്ടുണ്ടാവും. അങ്ങനെ നടന്ന പണമിടപാടിൻ്റെ തെളിവെന്താണ്? ദിലീപ് പൾസർ സുനിക്ക് പണം കൊടുത്തു എന്നതിൻ്റെ എവിഡൻസ് എവിടെയുണ്ട്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ ദിലീപിന് എന്തെങ്കിലും കൈയുണ്ടെങ്കിൽ, എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് നിസ്സാരമായിട്ട് തെളിയിക്കാൻ സാധിക്കുന്നത് ഈ പണമിടപാടിൽ കൂടിയാണ്. ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും ദിലീപ് പൾസർ സുനിക്ക് എന്തെങ്കിലും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഈ സംഭവം നടക്കുന്നതിന് മുമ്പോ പിമ്പോ എപ്പോഴെങ്കിലും ദിലീപിൻ്റെ പക്കൽ നിന്നും നല്ലൊരു തുക പൾസർ സുനിയുടെ പക്കലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതിയാകും കോടതിയിൽ തെളിയിക്കാൻ. അതായത് ഇവർ തമ്മിൽ ഒരു ധന ഇടപാട് നടന്നിട്ടുണ്ട്, ദിലീപ് ഇത്ര പണം ഇയാൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മൂന്നാമതൊരാൾ വഴി കൊടുത്താൽ പോലും പോലീസിന് കണ്ടെത്താവുന്നേ ഉള്ളൂ. പൾസർ സുനിക്ക് പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ പൾസർ സുനിക്കോ അയാളുടെ മറ്റേതെങ്കിലും വ്യക്തിക്കോ അയാളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏതെങ്കിലും ഒരാൾക്ക്, അയാളുടെ കൂട്ടുകാരനോ അയാളുടെ വീട്ടുകാർക്കോ അങ്ങനെയുള്ള പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പോലീസിന് ഈസിയായിട്ട് പറ്റും, നിസ്സാരമായിട്ട് സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ പണം എവിടെ നിന്ന് വന്നു എന്നുള്ളതും അവർക്ക് തുടർന്ന് കണ്ടെത്താൻ പറ്റും. അത് ദിലീപിൻ്റെ പക്കൽ നിന്നാണ് വന്നെങ്കിൽ, ദിലീപ് വേറൊരാൾക്ക് കൊടുത്തിട്ട് അയാളാണ് ഇവർക്ക് കൊടുത്തതെങ്കിൽ ശരി, പോലീസിന് അതിൻ്റെ റിയൽ സോഴ്സ് കണ്ടെത്താൻ പറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ തെളിവ് എവിടെയാണ്? അതായത് ദിലീപ് പൾസർ സുനിക്ക് ഏതെങ്കിലും രൂപത്തിൽ പണം കൊടുത്തു എന്നതിൻ്റെ തെളിവ് എവിടെയാണ്? അപ്പോൾ ഈ 4 ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ മാത്രമേ ദിലീപിലേക്ക് വിരൽ ചൂണ്ടാൻ പറ്റുകയുള്ളൂ. ആരോ ഒരാൾ പൾസർ സുനിയെ നിയോഗിച്ചു എന്നത് ഒരു റിയാലിറ്റിയാണ്. പക്ഷേ അത് ആരാണ്, എന്തിനാണ്? കോടതിയുടെ അനുമാനം ആരോ ഈ നടിയുടെ പക്കൽ നിന്നും പണം തട്ടിയെടുക്കാൻ നടത്തിയ ഒരു ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു എന്നാണ്. അതായത് അവരെ അപമാനിച്ചിട്ട് ഇന്ന ചിത്രങ്ങളും വീഡിയോകളും ഞങ്ങൾ പരസ്യപ്പെടുത്തും എന്ന് പറഞ്ഞ് അവരുടെ പക്കൽ നിന്നും പണം പിടുങ്ങാനായിട്ട് ആരോ നടത്തിയ ഒരു ആക്രമണമായിരുന്നു അതെന്നാണ് കോടതിയുടെ അനുമാനം. ചിലപ്പോൾ അത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷേ ഈ പറയുന്ന വ്യക്തി ആരാണെന്ന് എന്തുകൊണ്ടാണ് 7 കൊല്ലമായിട്ടും പോലീസിന് കണ്ടെത്താൻ സാധിക്കാതെ പോയത്? ദിലീപ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 4 ചോദ്യങ്ങളുടെ ഉത്തരം എവിടെയാണ്? താങ്ക് യു.